പ്രൈസ് ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയ ദൈവമക്കളെ, എല്ലാവരും ചെയ്യുന്നത് പോലെയല്ല, വ്യത്യസ്തമായി ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ, ദൈവത്തോട് സ്നേഹം പ്രകടിപ്പിക്കുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതെ, സ്തോത്രം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്, വിരുദ് പ്രാപിക്കുന്നവനോ ഒരുവൻ മാത്രം. അതുപോലെ എല്ലാവരും പോകുന്നത് പോലെ പോകുവാനല്ല, എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യുവാനല്ല, വ്യത്യസ്തതയുള്ളവരായി മാറുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ നമുക്കവിടെ 10 കുഷ്ഠരോഗികളായ പുരുഷന്മാരെ കുറിച്ച് കാണുവാൻ കഴിയും. യേശു ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ 10 കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ യേശുവിനെ എതിരേറ്റു വരുന്നു. ദൂരത്ത് നിന്നുകൊണ്ട് യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഈ 10 കുഷ്ഠരോഗികളും ഉറക്കെ പറഞ്ഞു. യേശു അവരെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. സ്തോത്രം. യഥാർത്ഥത്തിൽ പുരോഹിതന്മാർക്ക് ഈ കുഷ്ഠരോഗികൾ തങ്ങളെ തന്നെ കാണിക്കുന്നത് അവർ സൗഖ്യം പ്രാപിക്കുമ്പോൾ മാത്രമാണ്. അവർ ശുദ്ധരായി തീരുമ്പോൾ പുരോഹിതന്മാരെ പോയി കാണിക്കണം, എന്നിട്ടേ അവർക്ക് മറ്റുള്ളവരെ പോലെയുള്ള സ്വാതന്ത്ര്യം ലഭിക്കത്തുള്ളൂ. എന്നാൽ ഇവിടെ യേശു അവരെ തൊട്ടില്ല, അവരെ സൗഖ്യമാക്കിയില്ല, അവരുടെ അടുക്കൽ ചെന്നില്ല, ഒന്നും ചെയ്തില്ല. യേശു പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവിൻ. അതെ, ആ 10 കുഷ്ഠരോഗികളും യേശുവിൻ്റെ വാക്ക് വിശ്വസിച്ചു. അത് അഭിമാനിക്കേണ്ട ഒന്നാണ്. അവർ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചതുകൊണ്ട് മാത്രമാണ്. കർത്താവെ, ഞങ്ങൾ എന്തുറപ്പോടുകൂടെ പോകും എന്നൊന്നും അവർ ചോദിച്ചില്ല, അവർ മനസ്സിൽ പോലും ചിന്തിച്ചില്ല. അവർ അതുപോലെ തന്നെ അവർ പോകയിൽ തന്നെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെല്ലാവരും ശുദ്ധരായി തീർന്നു. യേശു കർത്താവ് പുരോഹിതന്മാർക്ക് ചെന്ന് കാണിക്കുവാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ശുദ്ധരായി തീരുമ്പോൾ നിങ്ങൾ എന്നെ വന്ന് കാണണമെന്നും മടങ്ങി വരണമെന്നും എൻ്റെ അടുക്കൽ വന്ന് പറയണമെന്നും നന്ദി പറയണമെന്നൊന്നും യേശു അവരോട് പറഞ്ഞില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ ശുദ്ധരായി തീർന്നു, എല്ലാവരും അങ്ങ് പോയി. എന്നാൽ അതിൻ്റെ 15-16 വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണ്ണ് വീണ് അവന് നന്ദി പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, കാരണം ഒരു സമയത്ത് ഇവർ ഉറക്കെ നിലവിളിച്ചുകൊണ്ടാണ് വരുന്നത്, യേശുനായക, ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന്. ആ ഉറക്കെയുള്ള നിലവിളി യേശു കരുണ തോന്നി. യേശു പറഞ്ഞതുപോലെ അവർ വിശ്വസിച്ചു, അനുസരിച്ചു, ശുദ്ധരായി, എല്ലാം ശരിയാണ്. എന്നാൽ ആ 9 കുഷ്ഠരോഗികളും പുരോഹിതന്മാരെ കാണിച്ചിട്ട് അവർ അവരവരുടെ വഴിക്ക് അവർ ചെന്നപ്പോൾ അവരിൽ ഒരുവൻ മാത്രം മടങ്ങി വന്ന് എങ്ങനെയാണോ ഉറക്കെ ആദ്യം നിലവിളിച്ചത് അതുപോലെ തന്നെ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വരികയാണ്. ഹല്ലേലൂയ. ദൈവമാണ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ കാൽക്കൽ കവിണ്ണ് വീണ് നന്ദി പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, നാം നന്ദിയുള്ളവരായിരിക്കണം. ഒന്നാമത് നാം ദൈവസന്നിധിയിൽ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. നാം ദൈവത്തിൻ്റെ ഒരു വാക്ക് വിശ്വസിക്കുന്നവരാണ്, അനുസരിക്കുന്നവരാണ്. എന്നാൽ ദൈവം പറയുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ എന്നല്ല. എല്ലായ്പ്പോഴും നിങ്ങൾ എന്നോട് നന്ദി പറയണം, എന്നെ മഹത്വപ്പെടുത്തണമെന്ന് എപ്പോഴും ദൈവം നമ്മോട് പറയത്തില്ല. അത് നാം അറിഞ്ഞ് ചെയ്യണം. സ്തോത്രം. എന്നാൽ വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? അവർ ശുദ്ധരായി മടങ്ങിപ്പോയി. എന്നാൽ 19 വചനത്തിൽ യേശു അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ആ 9 പേർ അവിടെ, അവരെ ആരെയും കാണുന്നില്ലല്ലോ. അതേ, സൗഖ്യം പ്രാപിക്കുവാൻ എല്ലാവരും യേശുവിൻ്റെ അടുക്കൽ വരും, യേശുവിനെ തേടി വരും. എന്നാൽ പ്രാപിച്ചു കഴിയുമ്പോഴോ പിന്നെ ആരെയും കാണത്തില്ല ദൈവസന്നിധിയിൽ. സ്തോത്രം. യേശുവിനോടൊന്ന് സംസാരിക്കുവാൻ, യേശുവിന് നന്ദി പറയുവാൻ, യേശുവിന് മഹത്വം കൊടുപ്പാൻ ആരെയും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്.
പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മോട് പറയുന്നത് മറ്റുള്ളവരെ പോലെയല്ല. ചിലപ്പോൾ നമ്മോട് കൂടി ആയിരിക്കുന്നവർ അങ്ങനത്തെ സ്വഭാവമുള്ളവരായിരിക്കും, ആ ആത്മീയ ജീവിതമുള്ളവരായിരിക്കും, അവരുടെ ജീവിതശൈലി പാരമ്പര്യങ്ങൾ അങ്ങനെയായിരിക്കാം. അതങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ നാം വ്യത്യസ്തരായി വിളങ്ങണം. ഹല്ലേലൂയ. മറ്റുള്ളവർ ശുദ്ധരായി മടങ്ങിപ്പോയപ്പോൾ ഈ മനുഷ്യന് ശുദ്ധരായത് മാത്രമല്ല, രക്ഷയും പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിലുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ പ്രാപിച്ച് യേശുവിൽ വിശ്വസിക്കുന്നത് ശരിയാണ്, അനുസരിക്കുന്നത് ശരിയാണ്. നന്മകൾക്ക് മാത്രം വേണ്ടി അനുസരിച്ച് വീണ്ടും മടങ്ങി തങ്ങളുടെ വഴിയിൽ പോകുന്നവരെയല്ല കർത്താവ് ചേർക്കുവാൻ വരുന്നത്. ആരാണോ മടങ്ങി വന്ന് യേശുവിൻ്റെ കാൽക്കൽ വന്ന് നന്ദി പറഞ്ഞ് യേശുവിനെ മഹത്വപ്പെടുത്തി യേശുവിൻ്റെ കൽപ്പന വീണ്ടും അനുസരിച്ച് വീണ്ടും രക്ഷ പ്രാപിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവർ മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ. അവർ മാത്രമേ യേശുവിനോടുകൂടെ സ്വർഗരാജ്യത്തിൽ എടുക്കപ്പെടുകത്തുള്ളൂ. ഹല്ലേലൂയ. ഈ വചനപ്രകാരം നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നാം ഏത് സന്നദ്ധയിൽ വന്നാണോ, എവിടെ വെച്ചാണോ പ്രാർത്ഥിക്കുന്നത്, എവിടെ വെച്ചാണോ നാം നിലവിളിക്കുന്നത്, ആ പ്രാർത്ഥനയിൽ ദൈവം മറുപടി തരുമ്പോൾ അവിടെ ഇരുന്ന് തന്നെ ആ ദൈവാലയത്തിൽ വന്ന് ആ സമയത്ത് ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് നാം കർത്താവിനെ മഹത്വപ്പെടുത്തണം. ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നാം ആദ്യം ചിലപ്പോൾ ഉറക്കി നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കാം. എന്നാൽ വിടുതൽ പ്രാപിക്കുമ്പോഴോ, നന്മ അനുഭവിക്കുമ്പോഴോ, യേശു ക്രിസ്തുവിൽ നിന്ന് സമാധാനം അനുഭവിക്കുമ്പോഴോ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി നന്ദി പറയുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്. അങ്ങനെയുള്ളവരെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരിൽ കർത്താവ് പ്രസാദിക്കും. നിശ്ചയമായി കർത്താവ് അനുഗ്രഹിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അപ്പാ, മറ്റൊൻപത് പേരെ പോലെയല്ല, ഈ കർത്താവ് മടങ്ങി വന്ന ആ ഒരുവനെ പോലെ ഞങ്ങളെപ്പോഴും കർത്താവ് നന്ദിയുള്ളവരായി അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങ് ചെയ്ത ഓരോ നന്മകൾക്കും, ചെറിയ ഉപകാരങ്ങൾക്കും വലിയ ഉപകാരങ്ങൾക്കും അപ്പാ നന്ദിയുള്ളവരായി കർത്താവേ അങ്ങേ സേവിച്ചു, കർത്താവെ ധ്യാനിച്ചു മുന്നേറുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ഭൂമിയിലുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ മാത്രമല്ല സ്വർഗരാജ്യത്തിൽ ചെല്ലുവാൻ കർത്താവെ, കർത്താവെ അവന് രക്ഷ പ്രാപിക്കുവാൻ, ശരീരത്തിന് രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ, അങ്ങ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എന്നെ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.